ഞാൻ ഇന്ന് എവിടെയാണ് നിൽക്കുന്നതെന്ന്, ഇനി ഞാൻ എങ്ങോട്ടാണ് പോവുകയെന്ന് നീ മനസ്സിലാക്കണം. ഏത് നിമിഷവും നിന്റെ ചെവിയിലെത്താവുന്ന ഒരു വാർത്ത, കരിവള്ളൂർ ശിവൻകുട്ടി ഒരു കൊലപാതക കേസിൽ അറസ്റ്റിൽ, അല്ലെങ്കിൽ ഒരു കൊലപാതക ശ്രമത്തിനിടയിൽ ശിവൻ കൊല്ലപ്പെട്ടു. എന്തു തന്നെയായാലും നിനക്കെന്നെ നഷ്ടപ്പെടുവാനേ. അന്ന് നീ അനുഭവിക്കുന്ന വേദന ഞാൻ പറയുന്നത്. ശിവേട്ട, ഇതൊഴിവാക്കാനാവില്ലേ? നമുക്കൊരു ജീവിതം, എല്ലാം മറന്നിട്ട്. എന്താണ് മറക്കാൻ കഴിയുക? അച്ഛനെ കുറിച്ചുള്ള ഓർമ്മകളോ, ഉണ്ണിയുടെ മുഖമോ? ഇല്ല, അനി, കഴിയില്ല. ജീവിതമാകെ ഉലച്ചു കളഞ്ഞ രണ്ട് ദുരന്തങ്ങൾ, അതിനെല്ലാം കാരണക്കാരനായ ഒരു കൊലയാളി, അവൻ ഇപ്പോഴും ഇവിടെയുണ്ട്. അടുത്ത ഇരയെ തേടി കൊല്ലും ഞാൻ. അവന്റെ കൈ കൊണ്ട് ഞാൻ കൊല്ലപ്പെട്ടില്ലെങ്കിൽ. ശിവേട്ട, കാത്തിരിക്കാനുള്ള അവകാശമെങ്കിലും എനിക്ക് തരൂ. നല്ലത് മാത്രമേ സംഭവിക്കുള്ളൂ എന്ന് കരുതി കാത്തിരിക്കാൻ. വേണ്ട. ഒടുവിൽ നിനക്ക് തോന്നും വെറുതെ പാഴാക്കി കളഞ്ഞൊരു ജീവിതത്തെക്കുറിച്ച്. അപ്പോൾ ഒരു കുറ്റബോധം ഉണ്ടാവും. തിരിച്ചറിവില്ലാത്ത കൗമാര പ്രണയത്തിലെ കഥാപാത്രങ്ങളല്ല നമ്മൾ. പ്രാക്ടിക്കലായി ചിന്തിച്ച് ഒരു തീരുമാനത്തിലെത്താൻ നമുക്ക് കഴിയണം. പൊയ്ക്കോ അനി, തിരിഞ്ഞു നോക്കാതെ പൊയ്ക്കോ. മതി, ഇനിയൊന്നും പറയരുത്. ശിവേട്ടന്റെ ലക്ഷ്യങ്ങളുമായി ശിവേട്ടന് പോകാം. ഞാൻ വഴി മുടക്കില്ല. എന്റെ തീരുമാനം അതെനിക്ക് വിട്ടേക്കൂ. ആനി, വേണ്ട. പറയാൻ പോകുന്ന എന്തായിരിക്കും എന്ന് എനിക്കറിയാം. വേണ്ട. തിരിച്ചറിവില്ലാത്ത പ്രായത്തിലെ കുട്ടികളല്ല നമ്മൾ. വഴിയിൽ നിന്ന് കരയാൻ വയ്യ. പൊയ്ക്കോളൂ, തിരിഞ്ഞു നോക്കാതെ. നോക്കിയാൽ ഞാനിവിടെ ഉണ്ടാവും. അത് കാണാതിരിക്കാൻ തിരിഞ്ഞു നോക്കണ്ട. പൊയ്ക്കോ, പൊയ്ക്കോ ശിവേട്ട. അതെ, ഇവിടെ എവിടെ വിലാസിനിയുടെ വീട്? വിലാസിനിയോ? അതെ, ഈ സീരിയലിലൊക്കെ അഭിനയിക്കുന്ന. വിലാസിനി? അതെ. ആരാ? ദാസേട്ടൻ ചെല്ലാൻ പറഞ്ഞു. മൂപ്പര് ഹോട്ടൽ പ്രിൻസിലുണ്ടേ. പെട്ടെന്ന് തന്നെ ചെല്ലാൻ പറഞ്ഞു. അല്ല, വണ്ടി കൊണ്ട് വന്നിട്ടുണ്ട്. അല്ല, നിങ്ങള്? ആഹാ, അത് ശരി. അപ്പൊ ദാസേട്ടന്റെ കൂടെ എന്നെ കണ്ട ഓർമ്മ ഒന്നും ഇല്ലല്ലേ? സോറി ഏട്ടാ, ഇരിക്കൂ, ഞാൻ ഇപ്പൊ വരാം. വേണ്ട, ഞാൻ ഇവിടെ നിന്നുള്ള. ശരി. എന്റെ ഒരു സുഹൃത്താ, ബസ് സ്റ്റാൻഡിലേക്കാ. അയ്യോ, വണ്ടി നിർത്ത്, വണ്ടി നിർത്ത്. ഞാനിപ്പോ ചാടും. വണ്ടി നിർത്താനാ പറഞ്ഞത്. അയ്യോ, മിണ്ടിപ്പോകരുത്, കൊന്നുകളെ ഞാൻ. വിലാസിനി, നീ അഭിനയിക്കാനൊക്കെ പോകാറുണ്ടല്ലേ? നന്നായി അഭിനയിക്കും അല്ലേ? ഒരു എപ്പിസോഡിന് നിനക്ക് എത്ര റേറ്റ്? ആ, അതിവിടെ. എനിക്കിപ്പോ വിലാസിനോട് സഹായം വേണം. നിന്റെ ആ ദാസൻ ഇപ്പൊ എവിടെയുണ്ട്? ഹോട്ടൽ പ്രിൻസിലുണ്ടെന്നാ ഇയാള് പറഞ്ഞത്. വേണ്ട, നിന്റെ അഭിനയം ഒന്നും എന്റെ അടുത്ത് വേണ്ട. അവൻ എവിടെയുണ്ടെന്ന് പറയുന്നതാണ് നിനക്ക് നല്ലത്. ഇല്ല സർ, സത്യമായിട്ട് എനിക്കറിയില്ല. മര്യാദയോടെ ചോദിച്ചാ നീ സത്യം പറയില്ല അല്ലേ? കുഞ്ഞമ്മേ,
റഹീമിന് എന്നെ മനസ്സിലായോ? ഞാൻ ദാസൻ, പന്ന്യന്നൂർ ദാസൻ എന്ന് പറയും. നീയും ശിവൻകുട്ടിയും കൂടെ എന്നെ തെരഞ്ഞു നടക്കാണെന്ന് കേട്ടു. കേച്ചേരി വിലാസിനെ തട്ടിക്കൊണ്ടുപോയി CID പണി നടത്തിയവരൊക്കെ ഞാൻ അറിഞ്ഞു. ദാസനെ തെരഞ്ഞു വല്ലാതെ ബുദ്ധിമുട്ടണ്ട ആരും. നിന്റെയൊക്കെ ആയുസ് തീരുമ്പോ ദാസൻ വന്നോളും. മരണമടുക്കുമ്പോഴേ ദാസനെ കാണാനുള്ള പൂതി തോന്നും. എന്തേ മനസ്സിലായോടാ നായിന്റെ അമ്മ? നിങ്ങൾ ഈ പറയുന്നതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഞാനിപ്പോ എന്തിനാ ഇവിടുന്ന് മാറി നിൽക്കുന്നത്? ദാസനി കുത്തും കൊലയും തുടങ്ങിയിട്ട് കാലം കുറെ ആയി. ആരെങ്കിലും ഒക്കെ പേടിച്ചോടിപ്പോവാൻ എന്നെ കിട്ടില്ല. ദാസ, നീ ഞങ്ങൾ പറയുന്നത് കേട്ട് കുറച്ചു നാളത്തേക്ക് കണ്ണൂരിൽ നിന്ന് വിട്ടു നിൽക്കും. അതെ, കൊന്നിരിക്കുന്നത് റഹീമിനെയാ, അതും ശിവൻകുട്ടിയുടെ കൺമുമ്പിലിട്ട്. അവൻ അടങ്ങിയിരിക്കില്ല. കണ്ണൂരിൽ എവിടെ വിളിച്ചാലും അവൻ കണ്ടെത്തും. ശരിയാ മോനെ, ഈ ഇവിടെ നിന്ന് മാറി നിൽക്കണത് തന്നെയാ നല്ലത്. മംഗലാപുരത്ത് പോയിക്കോ, ആർത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ഏർപ്പാടായിക്കോളാം. ദേ അല്ലെങ്കിൽ പിന്നെ MBR പറഞ്ഞ പോലെ മലപ്പുറത്ത് ഇന്ന് സെയ്താലിനെ കാണും. നീ എന്ത് തീരുമാനിക്കുന്നു? പോവാം, പക്ഷേ അധിക നാളൊന്നും ഞാൻ ഒളിച്ചിരിക്കില്ല.
നേരും നെറിയും കെട്ട കണ്ണൂരിലെ അക്രമ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും അവസാനത്തെ ഇരയാണ് പന്ന്യന്നൂർ ദാസൻ എന്ന KMPയുടെ പ്രവർത്തകൻ. ഇടത് സഖാക്കളുടെ ഗുണ്ടാ നേതാവ് ശിവൻകുട്ടി കഴിഞ്ഞ രാത്രി ഇരുട്ടിന്റെ മറവിൽ ദാസനെ ആക്രമിക്കുകയായിരുന്നു. എന്തിന് എന്ന ചോദ്യത്തിന് ഉത്തരം ഞങ്ങളുടെ പക്കലില്ല. സത്യത്തിന്റെ കാവൽ ഭടന്മാരായ നിങ്ങൾ പത്രപ്രവർത്തകർ സത്യാവസ്ഥ മനസ്സിലാക്കണം എന്നതുകൊണ്ടാണ് ആസ്പത്രി കിടക്കയിൽ നിന്നും സഖാവ് ദാസൻ ഈ പത്രസമ്മേളനത്തിൽ സന്നിഹിതനായിരിക്കുന്നത്. അത് നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടാം. സംസ്ഥാനം ഭരിക്കുന്ന ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായ ഇടത് സഖാക്കന്മാർ നടത്തുന്ന നരനായാട്ടിന് ചൂട്ടുപിടിക്കാൻ മുൻ പാർട്ടി പ്രവർത്തകരും ഗുണ്ടകളായ പോലീസ് ഓഫീസർമാരുമുണ്ട്. ആരാണ് വൃത്തികെട്ട രാഷ്ട്രീയ കളികളിലൂടെ കണ്ണൂരിനെ അറവുശാലാക്കി മാറ്റിയതെന്നും ഇവിടുത്തെ ജനങ്ങൾക്ക് ബോധ്യമാകണം. ആരെയാണ് അവർ തങ്ങളുടെ ഭാഗതയത്ത് നിർണയിക്കാൻ ഭരണക്കസേരയിൽ ഇരുത്തിയിരിക്കുന്നതെന്നും നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് മനസ്സിലാവണം. അരും കൊലകളുടെയും അരാജകത്വത്തിന്റെയും സർവ്വവിധ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് ഈ ജനവിരുദ്ധ സർക്കാർ രാജിവെച്ചൊടിയണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ക്ഷണിക്കപ്പെടാതെ വന്നു കയറിയവന്റെ അപരാധം പ്രിയപ്പെട്ട പത്രസുഹൃത്തുക്കൾ ക്ഷമിക്കണം. നിങ്ങളിൽ പലർക്കും എന്നെ അറിയാം. അറിയാത്തവർക്ക് വേണ്ടി MBR പറഞ്ഞ കഥയിലെ പ്രതിനായക വേഷമായ ശിവൻകുട്ടിയാണ് ഞാൻ. കരിവള്ളൂർ ശിവൻകുട്ടി. ഇവിടെ കാര്യം ഇറങ്ങി പോടാ പുറത്ത്. ക്ഷോഭിക്കാതെ ഹാജിയാരെ, എനിക്ക് പറയാനുള്ളവരോട് പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ പത്രസുഹൃത്തുക്കൾക്ക് കഥയുടെ പൂർവ്വ ചരിത്രം കിട്ടുമല്ലോ. ശിവൻകുട്ടി സംസാരിക്കട്ടെ. ആദ്യം MBR പറഞ്ഞ കുറ്റാരോപണം ഞാൻ സമ്മതിക്കുകയാണ്. പന്ന്യന്നൂർ ദാസന്റെ ദേഹത്ത് ഈ കാണുന്ന മുറിവുകളുടെ പാടുകൾ ഞാൻ ഉണ്ടാക്കിയതാണ്. സത്യം, ഞാൻ അയാളെ കൊല്ലാൻ ശ്രമിച്ചു, കഴിഞ്ഞില്ല. അതുകൊണ്ട് ഇയാൾ ജീവനോടെ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നു. ആരാണ് ദാസൻ? MBR പറഞ്ഞു KMPയുടെ പ്രവർത്തകനായ ഇയാളെന്ന്. ആയിരിക്കാം, പക്ഷെ എനിക്ക് ഇയാൾ എന്റെ അച്ഛനെ കൊന്ന ഘാതകനാണ്. അതെ, MB രാജപ്പന്റെ ഒറ്റയാൾ പാർട്ടിക്ക് ഈ മണ്ണിൽ വേരിറക്കാൻ ഒരു രക്തസാക്ഷി വേണമായിരുന്നു. MBRന്റെ ആവശ്യപ്രകാരം എന്റെ അച്ഛനെ ബോംബെറിഞ്ഞ് കൊന്നവനാണ് ഈ ദാസൻ. കലാലയ രാഷ്ട്രീയ രംഗത്ത് ഞങ്ങളുടെ വിദ്യാർത്ഥി സംഘടനയും വ്യക്തിപരമായി എന്നെയും താറടിച്ചു കാട്ടാനായി ഈ ഇരിക്കുന്ന ദിവാകരന് വേണ്ടി എന്റെ അനിയൻ ഉണ്ണിയെ കൊന്നവനാണ് ദാസൻ. തീർന്നില്ല, എന്റെ ആത്മാർത്ഥ സുഹൃത്ത് റഹീമിനെ തെരുവിലിട്ട് മൃഗീയമായി കശാപ്പ് ചെയ്തവനാണ് ദാസൻ. അങ്ങനെയുള്ള ഇവനെ, ഈ രാഷ്ട്രീയ നരഭോജികളുടെ ആയുധമായ ഇവനെ ഞാൻ കൊല്ലാൻ ശ്രമിച്ചു. അത് നിങ്ങൾ കേട്ട കഥ. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് യാഥാർത്ഥ്യം. ആരും അനങ്ങരുത്, ഇരിക്കവിടെ. MB രാജപ്പനും ദിവാകരനും പകരം ശിവൻകുട്ടിയുടെ ചോര വേണമെങ്കിൽ വരാം. എന്താ പ്രതികാരം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാ സന്ദർഭം. ആണത്വവും ചങ്കൂറ്റവും വാക്കുകളിലൂടെ അല്ലാതെ
പ്രവർത്തിച്ച് കാണിക്കാനുള്ള അവസരമാണിത്. കണ്ണൂരിനെ കുരുതിപ്പറമ്പാക്കി മാറ്റിയതിൽ നിങ്ങൾക്കും പങ്കുണ്ട്. ചോരയുടെ മണം പടർത്തുന്ന വർത്തമാന പത്രങ്ങളിൽ അറും കൊലയുടെ കഥകൾ വർണ്ണിച്ച് പത്രത്തിന്റെ സർക്കുലേഷൻ വർദ്ധിപ്പിക്കാൻ നിങ്ങളും ശ്രമിച്ചു. കശാപ്പുശാലയുടെ പിന്നാമ്പുറത്ത് ചോര നക്കാൻ വരുന്ന, എല്ലിൻ തുണ്ടുകൾ തിന്നാൻ വരുന്ന തെരുവ് നായ്ക്കളുടെ ആർത്തി നിങ്ങളും കാണിച്ചു. ഇനി ഒരു വീണ്ടും വിചാരമാവാം. കണ്ണൂരിൽ ശാന്തിയും സമാധാനവും പുലരുന്ന ഒരു നാളേക്ക് വേണ്ടി ഇനി നിങ്ങൾക്കും പേനയെടുക്കാം. വയ്യ, ജീവിതം മുഴുവൻ വേദനകളുടെ, നഷ്ടങ്ങളുടെ ഘോഷയാത്രയായിരുന്ന ഒരുത്തന്റെ അപചയമാണിത്. ചേറ്റകളെ 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 ചേറ്റകളെ. ബാല, നിന്റെ മുന്നിൽ അവണം കീഴടങ്ങേണ്ടെന്ന് മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. അതിന് കഴിഞ്ഞു. വരൂ. എനിക്ക് വേണ്ടി ഒരു ആയുധം എവിടെയോ തയ്യാറാവുന്നുണ്ട്. ഇനിയൊരു രക്തസാക്ഷി മണ്ഡപം കൂടെ ഉയരുന്നത് കാണാൻ അമ്മയ്ക്കും ചേച്ചിക്കും ത്രാണി ഉണ്ടാവില്ല. ഏതെങ്കിലും ഒരു ജയിൽ മുറിയിൽ ഞാൻ ജീവിച്ചിരിപ്പുണ്ടാവുന്ന വിശ്വാസത്തിൽ അവർക്ക് ഇനിയുള്ള കാലം വഴിക്കണ്ണുകളുമായി കാത്തിരിക്കാലോ. ഇത് പലതിൻ്റെയും അവസാനമാകട്ടെ. ബാല, കണ്ണൂരിന് നഷ്ടപ്പെട്ട ശാന്തിയും സമാധാനവും വീണ്ടു കിട്ടാൻ ഇതൊരു ചെറിയ കാരണമാവുന്നെങ്കിൽ എനിക്കത് മതി. കരുനാഗപ്പള്ളിയിൽ വെച്ച് ഞങ്ങളുടെ സംഘം പ്രവർത്തകനെ പൈശാചികമായി കൊലപ്പെടുത്തിയ രാഷ്ട്രീയ വൈതാളികർക്ക് അതേ നാണയത്തിൽ ശക്തമായ തിരിച്ചടി നൽകുന്നതാണ്. ചോരയുടെ മണമില്ലാത്ത, കണ്ണീരിന്റെ കലക്കമില്ലാത്ത ദിനരാത്രങ്ങൾ സങ്കല്പമോ സ്വപ്നമോ മാത്രമായി മാറുകയാണോ? താരാട്ട് കേട്ടുറങ്ങേണ്ട കുഞ്ഞുങ്ങൾ കൊലവിളികളും ആർത്തനാദങ്ങളും കേട്ട് ഭയന്ന് കരയുമ്പോൾ ഉത്തരം പറയാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. മനുഷ്യൻ പരസ്പരം സ്നേഹിക്കുക മാത്രം ചെയ്യുന്നൊരു കാലം നമ്മുടെ കുഞ്ഞുങ്ങൾക്കായി നമ്മൾ പടുത്തുയർത്തേണ്ടിയിരിക്കുന്നു. അതിനായി കണ്ണുകൾ തുറക്കുക.